നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. അഭിഷേക് ശർമ്മയ്ക്കെതിരെ IPL നടപടിയെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന് 25% മാച്ച് ഫീയുടെ 25% ഫൈനായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഡീമെറിറ്റ് പോയിൻറ്റും അദ്ദേഹത്തിൻ്റെ പേരിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലത്തെ SRH വേഴ്സസ് KKR മത്സരത്തിൽ നടന്ന ചില സംഭവ വികാസങ്ങളാണ് ഇതിന് കാരണമായി തീർന്നിരിക്കുന്നത്. പൊളിച്ചടുക്കിയ പ്രകടനമാണ് ഇന്നലെ അഭിഷേക് ശർമ്മ നടത്തിക്കൊണ്ടിരുന്നത്. 20 പന്തുകളിൽ നിന്ന് 4 4 4 6 അടക്കം 48 റൺസ് അടിച്ച് നിൽക്കവെയാണ് 21ാമത്തെ പന്തിൽ ബ്ലസിംഗ് മുസറബാനിയുടെ പന്ത് അദ്ദേഹം ആഞ്ഞടിക്കുന്നത്. ബൗണ്ടറി ലൈനിൽ വരുൺ ചക്രവർത്തി അത് ക്യാച്ച് എടുത്തു. സംശയാസ്പദമായ ക്യാച്ചാണെങ്കിലും വരുൺ ചക്രവർത്തി അത് ക്ലെയിം ചെയ്തു. അമ്പയർ തേർഡ് അമ്പയർ കൊടുത്തു. തേർഡ് അമ്പയർ അത് ഔട്ടാണെന്ന് വിധിച്ചു. തേർഡ് അമ്പയർ നിതിൻ മേനോന് അത് കൺക്ലൂസീവ് എവിഡൻസ് ഒന്നും ഇല്ലാതിരുന്നിട്ടും ഔട്ട് വിധിച്ചത് അപ്പോഴേ വലിയ രൂപത്തിൽ വിമർശനങ്ങൾക്ക് വഴി വെച്ചിരുന്നു. സംഗതി ആ ക്യാച്ച് എടുക്കുന്ന സമയത്ത് ബോൾ നിലത്ത് തട്ടുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. ചില ആംഗിളുകൾ അത് കൃത്യമായി കാണാൻ പറ്റുമായിരുന്നു. എന്നാൽ ഫിംഗർ അണ്ടർനീത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത് ഔട്ട് വിധിക്കുകയായിരുന്നു. ക്ലിയർ ക്യാച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് ഔട്ട് വിധിക്കുകയാണ് നിതിൻ മേനോൻ ചെയ്തത്. സ്വാഭാവികമായിട്ടും അത് കണ്ട എല്ലാവരും ഡിസ്ബിലീഫിലായിരുന്നു. അഭിഷേക് ശർമ്മയും അങ്ങനെ തന്നെ. അദ്ദേഹം തൻ്റെ ഡിസഗ്രിമെൻറ്റ് കൃത്യമായി വ്യക്തമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് കയറിപ്പോയത്. ഇപ്പോൾ അതിനെതിരെയാണ് നടപടി വന്നിരിക്കുന്നത്. അതായത് കോഡ് ഓഫ് കണ്ടക്റ്റ് ലംഘിച്ചു. ലെവൽ 1 ഒഫൻസ് അദ്ദേഹം കമ്മിറ്റ് ചെയ്തിരിക്കുന്നു. അണ്ടർ 2.3 ആർട്ടിക്കിൾ 2.3 അദ്ദേഹം കോഡ് ഓഫ് കണ്ടക്റ്റ് വയലേറ്റ് ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ 25% മാച്ച് ഫീയുടെ 25% അദ്ദേഹത്തിന് ഫൈനായിട്ട് കൊടുത്തിരിക്കുന്നു. കൂടാതെ ഹാൻഡഡ് 1 ഡീമെറിറ്റ് പോയിൻറ്റ് ഫോർ ബ്രീച്ചിങ് ദി IPL കോഡ് ഓഫ് കണ്ടക്റ്റ്. അപ്പം ഇതാണ് IPL ഇപ്പോൾ ഒഫീഷ്യലി അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് ബാനിലേക്ക് പോയില്ല എന്നുള്ളത് സന്തോഷകരം. പക്ഷേ താരത്തിന് ഒരു ഡീമെറിറ്റ് പോയിൻ്റ് കൊടുത്തിട്ടുണ്ട്. അത് മുന്നോട്ടേക്ക് പോകുമ്പോൾ അത് അക്യുമുലേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ സംഗതി ബാനിലേക്ക് എത്തുകയും ചെയ്യും. എന്തായാലും ഇപ്പോൾ അദ്ദേഹം തൻ്റെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഫൈനൽ കാര്യങ്ങൾ ഒതുങ്ങി അവസാനിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.